ജോർജിയയിലേക്കുള്ള വിസയറിന്റെ ഫ്ലൈറ്റ് കുട്ടേസിലേക്ക് ആയതുകൊണ്ട് തന്നെ പലരും ചെയ്യുന്നതാണ് ഫ്ലൈറ്റ് ഇറങ്ങി ഉടനെ നേരെ ടിബിലിസിലേക്ക് പോകും. എന്നിട്ട് തിരിച്ചു പോകേണ്ട ടൈം ആകുമ്പോൾ കുട്ടേസിലേക്ക് വന്നിട്ട് അതുപോലെ തിരിച്ചു പോകും. ഇതിനാണ് എയർപോർട്ടിൽ നിന്ന് കണ്ടതാണ് പലരും ടാക്സിയിൽ നേരെ ടിബിലിസിലേക്ക് പോകുന്നത്. ട്രെയിൻ സർവീസ് ഉള്ളത് പോലും പലർക്കും അറിയില്ല. ജോർജിയയുടെ പാക്കേജിലൊക്കെ കാണുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഫോട്ടോയിലൊന്ന് മാട്രിഡി കാനിയോൺ ആണ്. അത് കുട്ടേസിയിലാണുള്ളത്. കാനിയോൺ അടക്കം ഇവിടെയുള്ള സ്ഥലങ്ങൾ 1-2 ദിവസം കൊണ്ട് തന്നെ വലിയ പൈസയൊന്നും ഇല്ലാതെ കവർ ചെയ്യാം. പിന്നീട് നേരെ ടിബിലിസിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏരിയയിലേക്കോ ഇവിടുന്ന് തന്നെ നേരിട്ട് പോവാം. ടിബിലിസിയെ വെച്ച് നോക്കുമ്പോൾ കുട്ടേസിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെ കുറവാണ്. ടാക്സി തന്നെ എടുക്കേണ്ടി വരും പല സ്ഥലത്തേക്ക് പോകാൻ. കുട്ടേസിയിൽ വരുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ടും മാട്രിഡി കാനിയോൺ, പിന്നെ പ്രൊമൈറ്റസ് കേവ്, ഒക്കാഡ്സെ, ബഗാട്ടി ടെമ്പിൾ, ഗലാട്ടി ടെമ്പിൾ, മസ്റ്റമേസിയ, സറ്റാപ്പിളിയ, വാഡ്സിയ ഇതൊക്കെയാണ് വരുന്നത്. ഇതിൽ പ്രൊമൈറ്റസ് കേവ് ജോർജിയയിലെ തന്നെ ഏറ്റവും വലിയ ഗുഹയാണ്. അത് മാത്രമല്ല അതിന്റെ കാലപ്പഴക്കം എന്ന് പറയുന്നത് 60 മുതൽ 70 ദശലക്ഷം വർഷമാണ്. മുന്നേ ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഷെയർ ടാക്സിയിൽ 3-4 പ്ലേസസ് ഒരു ദിവസം കൊണ്ട് നമുക്ക് കാണാം. ആ രീതിയിലാണ് ഇവിടുത്തെ ടാക്സി സർവീസ് വരുന്നത്. ഒരു സ്ഥലത്തേക്ക് മാത്രമാണെങ്കിൽ അങ്ങനെയും പോകാം. ഇതിന്റെ ചാർജ് വരുന്നത് 50 മുതൽ 80 വരെ ലാരിയാണ്. ഒരു 2 ദിവസം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുട്ടേസിലുള്ള അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ കണ്ടു തീർക്കാം.